ഷംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമി വയനാട് ജില്ലയിലെ ദീനീ പരിസരങ്ങൾക്ക് ജ്ഞാനപ്രഭ കൊണ്ട് തിളക്കമേകിയ അഭിമാന സംരംഭം. 2002 ഓഗസ്റ്റ് 26 SKSSF വയനാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 16 വിദ്യാർത്ഥികളുമായി കൽപ്പറ്റക്കടുത്ത് വെങ്ങപ്പള്ളി എന്ന ഗ്രാമത്തിൽ ഒരു വാടക വീട്ടിൽ തുടക്കം. മതഭൗതിക സമന്വയ വിദ്യാഭ്യാസ രംഗത്ത് ശ്രദ്ധേയ സാന്നിധ്യമായി വളർച്ച. വാഫിയിൽ ആരംഭിച്ച പ്രയാണം ജാമിഅ ജൂനിയർ കോളേജ്, വാരാമ്പറ്റ സആദ, ഉമർ അലി ശിഹാബ് തങ്ങൾ സ്മാരക ഹിഫ്ളുൽ ഖുർആൻ കോളേജ്, വിമൻസ് കോളേജ്, പബ്ലിക് സ്കൂൾ അടക്കം ബൃഹത്തായ വിദ്യാഭ്യാസ പദ്ധതികളാൽ വിശാലമായി. മഹാനായ ഷംസുൽ ഉലമയുടെ ആത്മീയ നിയന്ത്രണത്തിൽ വിശുദ്ധ ഇസ്ലാമിനും സുന്നത്ത് ജമാഅത്തിനും സമസ്തക്കും കരുത്തുപകർന്നു കേരളത്തിലെ ആയിരക്കണക്കിന് മതവിദ്യാഭ്യാസ കലാലയങ്ങൾക്കിടയിൽ അക്കാദമി സ്ഥാനമുറപ്പിച്ചു. വയനാട് ജില്ലക്കകത്തും പുറത്തുമുള്ള നിരവധി ദീനീ സ്നേഹികളുടെ അകമഴിഞ്ഞ പിന്തുണയിലും സ്നേഹത്തിലും വളർന്ന സ്ഥാപനം നൂറുകണക്കിന് പണ്ഡിതന്മാർ, പണ്ഡിതകൾ, ഹാഫിളുകൾ എന്നിവരെ സമൂഹത്തിന് സമർപ്പിച്ചു. മുതഅല്ലിമുകൾക്ക് പഠന, താമസ, ഭക്ഷണ സൗകര്യങ്ങൾ സൗജന്യമായി ഒരുക്കി സമുദായ സേവനത്തിന് പ്രാപ്തമാക്കുക വഴി ഖത്തീബുമാർ, മദ്രസ അധ്യാപകർ, മുദരിസുമാർ തുടങ്ങി ആത്മീയ പരിസരങ്ങളെ ജീവസുറ്റതാക്കുന്ന സന്തതികളെ സൃഷ്ടിക്കുകയാണ്. നിലപാടിലും ആദർശത്തിലും വെള്ളം ചേർക്കാത്ത അക്കാദമി ബഹുമാനപ്പെട്ട സമസ്തയുടെ കീഴിൽ ആരംഭിച്ച SNECയിലെ സുപ്രധാന ഭാഗമായി ഇന്ന് മുന്നോട്ടു പോവുകയാണ്. ഇഖ്ലാസ് കൈമുതലാക്കിയ ഒരു കൂട്ടം മനുഷ്യർ നാട്ടിലും വിദേശത്തുമായി നേതൃത്വതലത്തിലും ഗൾഫ് മഹല്ലുകൾ അടക്കം പ്രവർത്തന മണ്ഡലത്തിലും സാഭിമാനം നിലകൊള്ളുമ്പോൾ സർവശക്തന്റെ അനുഗ്രഹത്താൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണ് അക്കാദമി. വയനാട് ജില്ലയിൽ അഭിമാനത്തോട് കറുയറ്റമരിക്കുന്ന ഒരു മാർഷവയ ദീനീ വിദ്യാഭ്യാസ സ്ഥാപനമാണ് വെങ്ങപ്പള്ളി ഷംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമി. മഹാന്മാരായ കാരണവർ കുടുംബം, സംസ്ഥയുടെ ഉന്നത നേതാക്കൾ തുടങ്ങിയവരൊക്കെ ഇതിൻ്റെ ഉയർച്ചയിൽ അവരെ കൊണ്ട് കഴിയുന്ന എല്ലാ നിരക്കുള്ള സംഭാവനകളും വർദ്ധിച്ചിട്ടുണ്ട്. കാരണം ഈ സ്ഥാപനം ഉയർന്നു വരിക എന്നുള്ളതിൽ അവർക്കൊരാവശ്യമായിരുന്നു. വയനാട് ജില്ല വിദ്യാഭ്യാസപരമായിട്ട്, മതപരമായിട്ടും ഭൗതികമായിട്ടും എല്ലാ നിലയിലും ഒരു പിന്നിലായ ജില്ലയാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ നേതാക്കളൊക്കെ ഈ സ്ഥാപനത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പരിശ്രമിച്ചത്. ബഹുമാനപ്പെട്ട മറുപൂം പാണക്കാട് ഉമർ അലി തങ്ങൾ ഇതിൻ്റെ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു. കന്നേമക അതിൻ്റെ പ്രഥമ പ്രസിഡന്റ് മൂഫർ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ മാർഗപ്രവർത്തനമാണ് അദ്ദേഹത്തിൻ്റെ അറിവിൽ ഐകടിയിൽ തങ്ങളുടെ ആ സ്ഥാനം ഏറ്റെടുക്കുന്നത്. അദ്ദേഹത്തിന് വന്ന ശേഷം ചിലീര സ്ഥാനം ഏറ്റെടുത്തത് നിയമനപ്പെട്ട താരിക്കരി തങ്ങളാണ്. പാണക്കാട് കുടുംബവുമായുള്ള ബന്ധം സ്ഥാപനത്തിൻ്റെ ആ നിലക്കാണ് മുന്നോട്ട് പോയി. അതുപോലെ തന്നെ സമസ്തയുടെ നേതാക്കളായ പ്രമുഖരായ എല്ലാവരും സ്ഥാപനത്തിൻ്റെ മുൻപന്തിയിലുണ്ട്. ഇത് പ്രധാനപ്പെട്ട ചായനം സംശുദ്ധയുടെ നാമധേയത്തിൽ അവരുടെ സ്ഥാപനം ഉയർന്നു വന്നിട്ടുള്ളത്. സംശുദ്ധയുടെ നാമധേയത്തിൽ ഉയർന്നു വന്ന സ്ഥാപനം എന്ന നിരക്ക് വയനാട്ടിലുള്ള ചെറുതോ വലുതുമായ പാവപ്പെട്ടവരും പറക്കാരനും എല്ലാവരും സ്ഥാപനത്തിൻ്റെ ഉയർച്ചയിൽ അവരെ കൊണ്ട് കഴിയുന്ന നിരക്കുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളൊരു സംഭവമുണ്ട്. ഇന്നും ആ നിരക്കുള്ള പങ്ക് വഹിച്ചുകൊണ്ട് സ്ഥാപനം മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും അതിനെ സഹകരിക്കേണ്ടത് നമ്മുടെ എല്ലാം കടമയാണ്. ഈ സ്ഥാപനം മുഖേന വയനാട് ജില്ലയിൽ നമ്മുടെ മദ്രസകളിലേക്കും പള്ളികളിലേക്കും ഇമാമുമാരെയും മദ്രസ മാലിന്യങ്ങളെയും സംഘടനാ പ്രവർത്തകനെയും ഉണ്ടാക്കി തീർക്കാൻ സാധിച്ചു എന്നുള്ളതിൽ നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ്. സ്ഥാപനം ഇനിയും അത് ചില മുന്നോട്ട് ഗതിച്ചുകൊണ്ടിരിക്കുന്നു. ആ മുന്നേറ്റം അതിനുണ്ടാകണം, അതിന് എല്ലാവരെയും പിന്തുണ ഉണ്ടാകണം എന്ന് മാത്രമാണ് സ്ഥാപനത്തിൻ്റെ ഒരു പ്രിൻസിപ്പാൾ എന്ന നിരക്ക് ഇപ്പോൾ ഇങ്ങോട്ടും തന്നെ അവതരിപ്പിക്കുക എന്നുള്ളത്. ഇതാകുമ്പോൾ നിങ്ങളെല്ലാം പിന്തുണയുണ്ടെങ്കിൽ ഇനിയും സ്ഥാപനം മുന്നോട്ട് പോകും. സമസ്തയുടെയും പാണക്കാട് കുടുംബത്തിൻ്റെയും എല്ലാം പിന്തുണ സ്ഥാപനത്തിനുണ്ടാകും. ജനങ്ങളുടെ എല്ലാവരും സഹകരണം ഉണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു. അള്ളാഹു ഒരു ലോകത്തെ ചെയ്യുന്നു. ജില്ലയുടെ ജ്ഞാനദാഹത്തിന് ശമനമായി 2002 തിങ്കൾ പുലരിയിൽ ആദ്യ അക്ഷരവിത്ത് മണ്ണിലുറച്ചത് യാദൃച്ഛികമായിരുന്നില്ല. നീണ്ടകാലത്തെ ആലോചനകളുണ്ടായിരുന്നു. വളക്കൂറുള്ള മണ്ണ് തേടി മൈലുകൾ താണ്ടിയിരുന്നു. കരുത്തൂറ്റ വേരുറക്കാൻ കാലങ്ങളുടെ കാത്തിരിപ്പുണ്ടായിരുന്നു. ഇസ്ലാമിക് അക്കാദമി സ്ഥാപക ദിനം ആചരിക്കുകയാണ്. ഏതാണ്ട് 2 പതിറ്റാണ്ടിനപ്പുറം
വയനാട് ജില്ലയിലെ SPSSF എന്ന സമസ്തയുടെ പോഷക ഘടകം മാസങ്ങളും വർഷങ്ങളും ആലോചിച്ചതിൻ്റെ അന്തിമ ഫലമാണ് അക്കാദമി എന്ന ഈ മഹാ സംരംഭത്തിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടെത്തിച്ചത്. യഥാർത്ഥത്തിൽ വയനാടിൻ്റെ മതപഠന മേഖല അത്രയൊന്നും ശുഭകരമല്ലാത്ത ഒരു കാലമായിരുന്നു അത്. പള്ളി ദർശകൾ നാമമാത്രമാവുകയും ഉപരിപഠന സൗകര്യങ്ങളാകുന്ന കോളേജുകൾ വയനാട്ടിലേക്ക് കയറി വരാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. അതിലുപരി വയനാട്ടിലെ മഹന്തുകാരൊക്കെയും ബഹുമാനപ്പെട്ട സമസ്തയുടെ ആശയാദർശങ്ങൾ അംഗീകരിക്കുന്നവരാണെങ്കിലും സമസ്തയ്ക്ക് സ്വന്തമായി എന്ന് പറയാനൊരു സ്ഥാപനം ഇല്ലാത്തതിൻ്റെ കുറവ്. ഇതൊക്കെയുമായിരുന്നു SPSSFൻ്റെ ജില്ലാ കമ്മിറ്റിയിലെ ചർച്ചയുടെ നൂലാപേത്. നായ്ക്കട്ടിയിൽ നടന്ന ജില്ലാ ക്യാമ്പിൽ വെച്ചാണ് നമുക്ക് സ്വന്തമായൊരു സ്ഥാപനം എന്ന ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചു. അത് 90കളുടെ അവസാനത്തിലായി. ആ ചർച്ച പിന്നീട് SPSSFൻ്റെ ആ കാലത്ത് നടന്നിരുന്ന 2-3 ദിവസങ്ങളൊക്കെ നീണ്ടുനിന്ന ഇടയ്ക്കിടെ നടന്ന ക്യാമ്പുകളിലൊക്കെയും ആവർത്തിക്കപ്പെട്ടു. ആ ചർച്ചയ്ക്ക് പരിസമാപ്തി കുറിച്ചത് പച്ചിലക്കാട് പള്ളിയുടെ മുകളിൽ നടന്ന ഒരു നിശാ ക്യാമ്പിൽ. അങ്ങനെയാണ് ശംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമി യാഥാർത്ഥ്യമാകുന്നത്. കേവലം ഒരു സ്ഥാപനം, ഒരു അറബിക് കോളേജ് എന്നായിരുന്നു അന്നത്തെ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ ആശയം. നിസ്വാർത്ഥമായിരുന്നു അന്നത്തെ 60 പങ്കെടുത്ത ആളുകളുടെയൊക്കെ മനസ്സ്. സാമ്പത്തിക ഭദ്രതയിലോ സ്ഥാപന നടത്തിപ്പിൻ്റെ പരിചയമോ ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ആ ഇഖ്ലാസ് അള്ളാഹു കബൂൽ ചെയ്തതാണ്. കേവലം അറബിക് കോളേജ് എന്ന ഒരു സ്ഥാപനം എന്ന പരിമിതിയിൽ നിന്ന് ഒരുപാട് സ്ഥാപനങ്ങളിലേക്ക് ഉയർന്നു വരാൻ അക്കാദമിക്ക് പിന്തുണയായതിന് സഹായകരമായി അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇന്ന് വയനാട് ജില്ലയിലെ മതമേഖലയിൽ വിവിധ ക്യാമ്പസുകളും കലാലയങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ മതവിദ്യാർത്ഥികളെ അഭിമാനബോധമുള്ളവരായി ഉയർത്തിക്കൊണ്ടുവരാൻ ശംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമിയുടെ ചെറവി ഒരു ഘടകമായി തീർന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ സ്ഥാപക ദിനം ആചരിക്കുമ്പോൾ അഭിമാനബോധത്തോടെ അക്കാദമി എന്ന ഇസ്ലാമിക് ആൻഡ് ആർട്സ് കോളേജിൽ നിന്ന് ഹിഫ്ദുൽ ഖുർആൻ കോളേജിലേക്കും സആദ ഇസ്ലാമിക് ആൻഡ് ആർട്സ് ജൂനിയർ കോളേജിലേക്കും പെൺകുട്ടികളുടെ ഉപരിപഠന സ്ഥാപനങ്ങളിലേക്കും സമന്വയ വിദ്യാഭ്യാസത്തിൻ്റെ മറ്റൊരു രൂപമായ പബ്ലിക് സ്കൂളിലേക്കും പടർന്ന് വലുതായ ഒരു വിദ്യാഭ്യാസ സമുച്ചയമാണ് ശംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമി എന്ന് പറയുന്നതിൽ അഭിമാനമുണ്ട്. നമ്മെ നയിച്ച മുൻഗാമികളായ പണ്ഡിത മഹത്തുക്കളും സാധാത്തുക്കളും നമ്മെ സഹായിച്ച ഉമറാക്കളും സാധാരണക്കാരും ആത്മാർത്ഥമായി പ്രവർത്തിച്ച സഹപ്രവർത്തകരും ഈ വളർച്ചയുടെ ഘടകങ്ങളായി നമ്മൾ ഓർത്തുവെക്കുന്നു. ഫലപുഷ്ടിയോടെ നാമ്പെടുത്ത വിജ്ഞാന സൗധത്തിനു ആത്മീയ കുളിർമയും തെന്നലും നൽകി വളർത്തിയത് വയനാട്ടിലെ നല്ലവരായ ദീനി സ്നേഹികളായിരുന്നു. കരുതലിൻ്റെ കൈത്താങ്ങിൽ പിച്ചവെച്ച് പച്ചപിടിച്ച അക്കാദമി സമുച്ചയം ആകാശത്തോളം പടർന്ന് പന്തലിക്കുകയായിരുന്നു. മഹാനായ ശംസുൽ ഉലമയുടെ നാമധേയത്തിലാണ് സ്ഥാപനത്തിന് തുടക്കം കുറിച്ചത്. തുടക്കത്തിൽ ഏറെ പ്രതിസന്ധികളുണ്ടായിരുന്നെങ്കിലും അന്നത്തെ ജില്ലാ ഭാഗയായിരുന്ന സമസ്ത ഉപാധ്യക്ഷൻ മഹാനായ ഉമർലി ഷിഹാബ് തങ്ങളുടെ നേതൃത്വം വളരെയധികം സഹായകരമായിരുന്നു. അതുപോലെ ജില്ലയിലെയും അയൽ ജില്ലകളുടെയും ഉലമാക്കളും ഉമറാക്കളും സാധാരണക്കാരും വലിയ പിന്തുണ ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയും വഹിച്ചിട്ടുണ്ട്, നൽകിയിട്ടുണ്ട്. അൽഹംദുലില്ലാ, അവരെയൊക്കെ നന്ദിയോടുകൂടെ തന്നെയാണ് സ്മരിക്കുന്നത്. അവർ പലരും ഇന്ന് നാഥൻ്റെ വെടിക്കുത്തരം നൽകി 6 അടി മണ്ണിലാണുള്ളത്. അല്ലാഹു അവരുടെ പരലോക ജീവിതം റാഹത്തിനും സന്തോഷമാക്കി കൊടുക്കട്ടെ എന്ന് ആമറിയുമായി ദുആ ചെയ്യാൻ. ഒരു സ്ഥാപനത്തിന് വേണ്ടി തുടക്കം കുറിച്ചതല്ല ശംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമി. തീർത്തും അനിവാര്യതയുടെ സൃഷ്ടിയാണ് ഈ സ്ഥാപനം. SSLCക്ക് ശേഷം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിന് ഒരു മാർഗവുമില്ലാതെ പ്രയാസപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് മത ഭൗതിക വിദ്യാഭ്യാസം സമന്വയിപ്പിച്ചുകൊണ്ട് നാം തുടക്കം കുറിച്ചത്. അൽഹംദുലില്ലാ, നമ്മുടെ ലക്ഷ്യം പരിധി വരെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞ കാലങ്ങൾ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ജില്ലയിലെ ഉലമാക്കളുടെ അഭാവവും 2 വിദ്യയുമുള്ള ആളുകളുടെ കുറവും വലിയ പ്രതിസന്ധി നേരിട്ടിരുന്നു. പള്ളികളിലായാലും മദ്രസകളിലായാലും യോഗ്യരായ ആളെ കിട്ടാത്തൊരു പ്രയാസം അനുഭവിച്ച പശ്ചാത്തലത്തിലാണ് സ്ഥാപനത്തിന് തുടക്കം കുറിച്ചത്.
ഷംസുൽ ഇസ്ലാമിക് അക്കാദമിയുടെ പിറവിക്ക് മുമ്പും ശേഷവും വയനാടിൻ്റെ ചരിത്രം കൃത്യമായി പഠിക്കുന്നവർക്ക് ആ കാര്യം ബോധ്യമാവും. ഇന്ന് നമ്മുടെ ജില്ലയിലും അയൽ ജില്ലയിലും ധാരാളം പള്ളി മിഹ്റാബുകളിലും അറബിക് കോളേജുകളിലും മദ്രസകളിലും മുദരിസുമാരായും ഖത്തീബുമാരായും പ്രധാനാധ്യാപകരായും മദ്രസ മുഅല്ലിങ്ങളായും സേവനം ചെയ്യുന്നത് നമ്മുടെ സ്ഥാപനത്തിന് പഠിച്ച് കോഴ്സ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളാണ്. കഴിഞ്ഞ കാലങ്ങളിലുള്ള സ്ഥാപനത്തിൻ്റെ വളർച്ചയിൽ പ്രതിസന്ധികൾ ഏറെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്ഥാപനത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യം മനസ്സിലാക്കാതെ തെറ്റിദ്ധരിച്ചാണ് ഉണ്ടായിരുന്നു. ക്രമേണ അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അവർക്കത് ബോധ്യപ്പെട്ടെങ്കിലും പലരും നമ്മോട് നിസ്സഹകരിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതൊന്ന് സ്ഥാപനം നേരിട്ടൊരു പ്രതിസന്ധി തന്നെയായിരുന്നു. എങ്കിലും ഇവിടെ പലരെയും നന്ദിയോടെ സ്മരിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഉമറാക്കളെ പ്രധാനിയായിരുന്ന മഹാനായ എൻ മമ്മൂട്ടി സാഹിബ്, അദ്ദേഹം നൽകിയ വലിയ പിന്തുണ സ്ഥാപന വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുപോലെ മറന്ന് ആദരവോടെ ആനമങ്ങാട് ഉസ്താദ് എന്ന് നാം വിളിക്കുന്ന ആനമങ്ങാട് അബൂബക്കർ ഉസ്താദ് ഉൾപ്പെടെയുള്ള പണ്ഡിതരുടെ സപ്പോർട്ടും തീവ്ര ശ്രമവും പിന്തുണയും സ്ഥാപന വളർച്ചയിൽ വലിയ നിർണായകമായ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. 2002 നമ്മുടെ സ്ഥാപനം തുടക്കം കുറിച്ചത് ഒരു വാടക കെട്ടിടത്തിലാണ്. സ്വന്തമായ ഭൂമി നമുക്കില്ലായിരുന്നു. അൽഹംദുലില്ലാഹ് ഇന്ന് അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ഏക്കറക്കണക്കിന് ഭൂമികളും വിധങ്ങളായ സ്ഥാപനങ്ങളും നമുക്കുണ്ട്. വങ്ങപ്പള്ളി സ്ഥിതി ചെയ്യുന്ന ഷംസുൽ ഇസ്ലാമിക് അക്കാദമി, അതുപോലെ മഹാനായ ഉമർ ഷാ തങ്ങളുടെ നാമധേയത്തിലുള്ള ഹിഫ്ളുൽ ഖുർആൻ കോളേജ്, വാരാമ്പറ്റിയിലെ സഹാദ അറബിക് കോളേജ്, സുൽത്താൻ ബത്തേരിയിലെ മഹദിയ വനിതാ കോളേജ്, വങ്ങപ്പള്ളിയിൽ തന്നെ നിലനിൽക്കുന്ന പബ്ലിക് സ്കൂൾ, ഇതെല്ലാം സ്ഥാപനത്തിൻ്റെ വളർച്ചയാണ് സൂചിപ്പിക്കുന്നത്. ഞാൻ സൂചിപ്പിച്ച പോലെ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നെങ്കിലും വയനാട്ടിലെ ഉലമാക്കളും ഉമറാക്കളും സാധാരണക്കാരും തോളോട് തോളൊരുമി സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിച്ചപ്പോഴുണ്ടായ വളർച്ചയാണ്. പ്രത്യേകിച്ച് പരിശുദ്ധ റമദാനിൽ ഓരോ മഹലിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ആ പിന്തുണ, ആ സംഖ്യ, റമദാൻ കാമ്പൈ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ സഹകരണം അത് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുപോലെ പ്രവാസികളായ സുഹൃത്തുക്കൾ വിദേശ രാജ്യങ്ങളിൽ വയനാട്ടുകാരല്ലാത്ത ആളുകൾ പോലും സ്ഥാപനം കാണാത്ത, സ്ഥാപനം കേട്ട് മാത്രം പരിചയമുള്ള നൂറുകണക്കിന് ആളുകളുടെ വലിയ പിന്തുണ സ്ഥാപന വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. സുദൃഢമായി തായ്വേരൂന്നിയ ഈ വിജ്ഞാന വടവൃക്ഷത്തിന്റെ കായ്ക്കനികൾ ഏറെ മധുരിക്കുന്നതായിരുന്നു. ദേശാന്തരങ്ങൾ കടന്ന സ്ഥാപന സന്തതികളുടെ സജീവ സാന്നിധ്യം ദീനിനും സമൂഹത്തിനും പൊതുസ്വപ്നങ്ങളുടെ പൊൻതൂവൽ സമ്മാനിച്ചു. വയനാട് ജില്ലയിലെ SKC സംബന്ധിച്ചിടത്തോളം ഒരു ത്രെട്ടായിരുന്നു, എന്നാൽ അഭിമാനമായിരുന്നു. അതിൻ്റെ തുടക്കത്തെക്കുറിച്ച് നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കും. പക്ഷേ ഇത് സമൂഹത്തിനിടയിലേക്ക് കൊണ്ടെത്തിക്കുമ്പോൾ യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികളുടെ ഭാവിയാണ് നമ്മൾ ഫലവത്താക്കി മാറ്റാനുണ്ടായിരുന്നത്, അതല്ലെങ്കിൽ ഒരു ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകാനുണ്ടായിരുന്നത്. വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ നമ്മുടെ വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ധാരാളം പ്രയാസങ്ങളുണ്ട്, ധാരാളം തടസ്സങ്ങളുണ്ട്. അവിടെയാണ് ഒരു മതഭൗതിക സമന്വയ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു പുതിയ രീതിയിൽ, അതും SSLC കഴിഞ്ഞ കുട്ടികൾക്ക് നമ്മൾ വിഭാവനം ചെയ്യാൻ വേണ്ടി ഒരു പദ്ധതി ആവിഷ്കരിച്ചത്. സ്വാഭാവികമായും അതിൽ ധാരാളം വിഷയങ്ങളുണ്ട്. കുട്ടികളെ കൊണ്ടുവരുമ്പോൾ സാധാരണ പള്ളി ദർസിൽ കൊണ്ടുപോകുന്നത് പോലെ അല്ല. SSLC കഴിഞ്ഞാൽ അതിന്റെ റൂട്ട് തന്നെ വ്യത്യസ്തമാണ്. ഇവിടെ പ്രീ ഡിഗ്രിയും പ്ലസ് ടുവും ഒക്കെ നിലനിൽക്കുന്ന സമ്പ്രദായത്തിൽ അവിടെ സയൻസ്, ഹ്യൂമാനിറ്റീസ്, അതുപോലെ മാത്സ് ഇതൊക്കെ പഠിക്കാൻ കുട്ടികൾ താല്പര്യം കാണിക്കുന്ന സമയമാണ്. പ്രീ ഡിഗ്രി നിർത്തി പ്ലസ് ടുവിലേക്ക് എത്തി. അപ്പോൾ പ്ലസ് ടുവിലേക്ക് എത്തുമ്പോൾ സ്വതന്ത്രമായി കുട്ടികൾക്ക് ഫസ്റ്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ സയൻസ് ഗ്രൂപ്പും കൊമേഴ്സും ഹ്യൂമാനിറ്റീസും എടുക്കണം. അത്തരത്തിൽ കുട്ടികളെ ആകർഷണീയമാക്കണമെങ്കിൽ നമുക്ക് ഈ കോഴ്സിൽ പ്രത്യേകിച്ച് നമ്മൾ പുതുതായി തുടങ്ങുന്ന സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് അതിന് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു. അവിടെയാണ് കൂടിയാലോചനകളുടെ ഒരു ഒടുക്കം എന്ന് പറയുന്നത്. നമുക്ക് SSLCക്ക് ശേഷം കുട്ടികൾക്ക് +1, +2 അതോടൊപ്പം ഡിഗ്രിയും കിട്ടി. അതിന്റെ മുകളിലേക്ക് ഉയർന്നു പഠിക്കാൻ പര്യാപ്തമായ ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നുള്ള അർത്ഥത്തിൽ, പണ്ഡിതന്മാരെ വാർത്തെടുക്കുക എന്നുള്ള അർത്ഥത്തിൽ അത്തരം ഒരു കോഴ്സിന് പ്രാധാന്യം നൽകാൻ വേണ്ടി തീരുമാനിച്ചത്. അവിടെ വീണ്ടും ചർച്ച വന്നു. ഇത്രയും കുട്ടികളെ കൊണ്ടുവരുമ്പോൾ കുട്ടികളുടെ മനസ്സിനിണങ്ങുന്ന, അവരുടെ സൈക്കോളജി മനസ്സിലാക്കുന്ന ഒരു രീതി വേണമല്ലോ. സ്വാഭാവികമായും പള്ളി ദർസിലാണെങ്കിൽ കുട്ടികളുടെ യൂണിഫോം വ്യത്യസ്തമാണ്. ഇതുപോലെ SSLC പാസ്സായി വരുന്ന മിടുക്കരായ കുട്ടികളെ ഫോക്കസ് ചെയ്യുമ്പോൾ അവരുടെയും ഡ്രസ് കോഡ്, യൂണിഫോം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു ചർച്ചയിലേക്ക് എത്തി. അതുകൊണ്ട് അന്ന് ഞാൻ ഓർക്കുന്നത് കറുത്ത പാന്റും വെള്ള ഷർട്ടും തൊപ്പിയുമായിരുന്നു അന്നത്തെ ഡ്രസ് കോഡ് അല്ലെങ്കിൽ യൂണിഫോം എന്ന് പറയുന്നത്. പിന്നീടാണ് ഇപ്പോൾ നമ്മുടെ അക്കാഡമിയിലെ യൂണിഫോമിലേക്ക് ഒരു മാറ്റമുണ്ടായത്. ആ മാറ്റം എളുപ്പമാണ്.
പലപ്പോഴും പല സംഗതികളും അങ്ങനെയാണ്. ചിലത് ഉണ്ടായി വന്ന് അതിൽ നിന്ന് അത് ഒരു ഗ്രോത്ത് സംഭവിക്കുമ്പോൾ, വളർച്ച പ്രാപിക്കുമ്പോൾ ചില മാറ്റങ്ങൾ നമുക്ക് എളുപ്പമാണ്. പക്ഷേ ആകർഷണീയത ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം, കോഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് യൂണിഫോം ആ ഒരു തലത്തിലേക്കാണ് അന്ന് കമ്മിറ്റി ആലോചിച്ചത്. പാഠ്യപദ്ധതി അങ്ങനെയാണ്. അതുപോലെ തന്നെ ഈ യൂണിഫോം ഡ്രസ് കോഡ് അങ്ങനെയാണ്. ഒരു മത ഭൗതിക സമന്വയ വിദ്യാഭ്യാസ കേന്ദ്രം മാത്രമല്ല, യഥാർത്ഥത്തിൽ അതിൻ്റെയൊക്കെ തുടക്കക്കാർക്ക്, അന്ന് കൂടെ നിന്നവർക്ക്, വയനാട്ടിലെ മുസ്ലിങ്ങൾക്ക് എന്താണ് തിരിച്ചു നൽകാനുള്ളത് എന്നുള്ള ഒരു വലിയ ചോദ്യം കൂടെ ഉണ്ടായിരുന്നു. ഒരിക്കലും ഒരു ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭം നമുക്ക് ഈ സ്ഥാപനത്തിൽ നിന്ന് തിരിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയില്ല. ഒരാൾ തന്റെ രക്തനീരാക്കിയ വിയർപ്പിന്റെ അംശം നൽകുമ്പോൾ ബിസിനസ്സിൽ അവർ തിരിച്ചു പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവിടേക്ക് നൽകുന്ന സദക്കയ്ക്ക് എന്താണ് നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയുക? അന്നത്തെ ഉസ്താദുമാർ, അതിന്റെ സംഘാടകർ ആലോചിച്ചു. അങ്ങനെ നമ്മൾ ആത്മീയതയുടെ ഒരു ഭാഗം കൂടെ ഇതിന്റെ കൂടെ ചേർത്തിട്ടാണ് തുടക്കം മുതൽ തന്നെ പോകുന്നത്. നമ്മുടെ അക്കാദമി നിലവിൽ വന്ന ആ ദിവസം മുതൽ ഓരോ ദിവസവും ഇശായിന് ശേഷം കുട്ടികൾ ഹദ്ദാദ് ചൊല്ലി ദുആ ചെയ്യും. അത് അവർക്ക് പരിചയമുള്ളവർ ആര് എന്നറിഞ്ഞിട്ടല്ല, അവരുടെ മുഖം മനസ്സിലാക്കിയിട്ടല്ല, അവർക്ക് ഭക്ഷണം കൊടുത്തവരെ തിരിച്ചറിഞ്ഞിട്ടല്ല, അവർക്കറിയാത്ത ഏതൊക്കെയോ ഉമ്മമാർക്ക് വേണ്ടി, ഏതൊക്കെയോ നാട്ടിലെ ആളുകൾക്ക് വേണ്ടി ഇവർ ഡെയിലി ദുആ ചെയ്യും. അക്കാദമിയെ സഹായിച്ചവർക്ക്, അക്കാദമിയിലേക്ക് ഒരു രൂപ നൽകിയവർക്ക് മറ്റൊന്ന് കിട്ടുന്നത് ഓരോ ആഴ്ച പൂർത്തിയാകുമ്പോഴും ഓരോ ചൊവ്വാഴ്ചയും ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ പേരിൽ തവസ്സുൽ ബൈത്ത് ചൊല്ലി നമ്മുടെ സ്ഥാപനത്തിലെ കുട്ടികൾ ദുആ ചെയ്യും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അറിയുന്നവനും അറിയാത്തവനും ഒരേപോലെയാണ്. ജീവിച്ചിരിക്കുന്നവനും മരണപ്പെട്ടു പോയവനും ഒരേപോലെയാണ് കിട്ടുന്നത്. അതേപോലെ ഒരു മാസവും കടന്നു പോവില്ല വിശുദ്ധമായ ദിക്റിന്റെ ഒരു സദസ്സില്ലാത്ത മാസം. സയ്യിദന്മാരും സാദാത്യങ്ങളും ഒരുമിച്ച് കൂടുന്ന ദിക്റിന്റെ, മാസാന്ത ദിക്റിന്റെ ഒരു മജ്ലിസുണ്ട്. ആ മജ്ലിസിലും നമ്മൾ സഹായിച്ചവർക്ക് വേണ്ടി നൽകുന്ന പ്രാർത്ഥനയാണ്. സത്യം പറഞ്ഞാൽ ശംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമിക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു വലിയ സഹായം ഇതുതന്നെയാണ്. നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക്, ദുരന്തങ്ങൾക്കൊക്കെ ഇടയിൽ നമ്മൾ വീണ്ടും അക്കാദമിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, അക്കാദമിക്ക് വേണ്ടി സഹായം നൽകുമ്പോൾ, അക്കാദമിയുടെ കുട്ടികളെക്കുറിച്ച് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇത് ഒരാളും മറന്നു പോകാൻ പാടില്ല. ഡ്രസ് കോഡ് അങ്ങനെയാണ്. അതുപോലെ തന്നെ ധാരാളം പ്രശ്നങ്ങൾ മറ്റും ഉണ്ടായിരുന്നു. നമുക്ക് ഒരു ദിവസത്തെ ചെലവ്, താമസിക്കാനുള്ള ചുറ്റുപാട്, അതുപോലുള്ളതൊക്കെ വലിയ ഘടകമായിരുന്നു. ഓക്കെ, പള്ളി ദർസിൽ പോയി പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ തീർച്ചയായും അവർക്ക് താമസിക്കാൻ പള്ളിയുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളുണ്ട്. ഇങ്ങനെ കോളേജിലേക്ക് വരുന്ന ഒരു കുട്ടിക്ക് കുറച്ചുകൂടെ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാഹചര്യം അവൻ പ്രതീക്ഷിക്കും. അത് സ്വാഭാവികമാണ്. പക്ഷേ ഇന്ന് 20 വർഷം കഴിഞ്ഞ് നമ്മൾ അക്കാദമിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഒന്നാമത്തെ അല്ലെങ്കിൽ 0 നിന്ന് വളരുന്ന ശിശുവായിരുന്ന അക്കാദമിയെ കുറിച്ച് നമ്മൾ ഒന്ന് വിചാരിക്കണം. അത് കേവലം ഒരു ഓടിട്ട കെട്ടിടത്തിന്റെ മുകളിൽ കിടന്നുറങ്ങുന്ന, വെറുതെ ബെഡ്ഷീറ്റ് വിരിച്ച് അല്ലെങ്കിൽ ഒരു കോസടി വിരിച്ച് കിടന്നുറങ്ങുന്ന കുട്ടി, അത് സ്വാഭാവികമായിട്ടും പ്രയാസമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുട്ടികളുടെ മനസ്സിനിണങ്ങുന്ന വിധത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ വലിയ പാടുപെട്ടൊരു സമയമായിരുന്നു. അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിൽ ഭക്ഷണങ്ങൾ എത്തിക്കാൻ പ്രയാസപ്പെട്ട ഒരു സമയമായിരുന്നു. ആളുകളിലേക്ക് അടുപ്പിക്കാൻ പ്രയാസമുള്ള ഒരു സമയമായിരുന്നു. കാരണം ഒരു വിദ്യാർത്ഥി സംഘടനയാണ് സ്ഥാപനം കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളിലേക്ക് എത്രത്തോളം ഇത് എഫക്ട് ചെയ്യുമെന്നുള്ളതിനെ കുറിച്ച് അതിന്റെ സംഘാടകരായ ഞങ്ങൾക്കൊക്കെ വളരെ വലിയ പ്രയാസമുണ്ടായിട്ടുണ്ട്, വ്യാകുലത തോന്നിയിട്ടുണ്ട്. പക്ഷേ സന്തോഷമെന്ന് പറയട്ടെ, ഉമർലി ശിഹാബ് തങ്ങളുടെ കരുത്ത്, മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പ്രാർത്ഥന, ഉമർലി ശിഹാബ് തങ്ങൾ നമുക്ക് നൽകിയ ഒരു വയനാട് ജില്ലാ കാളി എന്നുള്ള നിലയ്ക്ക് നമുക്ക് നൽകിയ ഒരു സപ്പോർട്ട് യഥാർത്ഥത്തിൽ ഒരു വർഷം കഴിഞ്ഞങ്ങ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു വലിയ ഉയർച്ചയിലേക്കാണ് സ്ഥാപനത്തെ കൊണ്ടുപോയത്. അത് ഇന്നും നമുക്ക് തിരിഞ്ഞു നോക്കി വിഷമിക്കാനില്ലാത്ത, അതല്ലെങ്കിൽ നമുക്ക് ഒരു വ്യാകുലതയില്ലാത്ത ഇന്നലകളും ഇനി നാളുകളുമാണ് നമുക്ക് കാണാനുള്ളത്. നമുക്ക് പ്രതീക്ഷിക്കാം ഈ സ്ഥാപനം ഇപ്പോൾ വളർന്ന് SNEC-യുടെ കേരളത്തിലെ ഏറ്റവും ഉന്നതമായ കലാലയമായി മാറി എന്നുള്ളതിൽ നമുക്ക് വലിയ പ്രതീക്ഷയുണ്ട്. നമ്മുടെ കുട്ടികൾ, നമ്മുടെ ഇവിടെ നിന്നിറങ്ങിയ യുവ പണ്ഡിതന്മാർ, അവർ ഇന്ന് സമൂഹത്തിൽ വലിയ പ്രതീക്ഷ നൽകി ഉയരങ്ങളിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇനിയും അക്കാദമിയുടെ തുടങ്ങാം. സമൃദ്ധിയുടെ 22 ആണ്ട് തികഞ്ഞ ഇതിഹാസ ഗോപുരം വനാന്തരങ്ങൾ കടന്ന് അക്കാദമി എന്ന 4 അക്ഷരത്തിൽ നാടിന്റെ ഭാഗമായി. സമുദായത്തിന്റെ സർവാധനങ്ങളും സ്വായത്തമാക്കി നേട്ടങ്ങളുടെ നേരറിവിന്റെ നെറുകയിൽ ശംസുൽ ഉലമയുടെ നാമധേയത്തിൽ സൂര്യശോഭയോടെ പ്രോജ്വലിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട വെങ്ങപ്പള്ളി ശംസുൽ ഉലമ അക്കാദമി അതിൻ്റെ പ്രയാണ വീതിയിൽ 22 വർഷങ്ങൾ തികയാനിരിക്കുകയാണ്. ഈ അവസരത്തിൽ അക്കാദമി നാളിതുവരെയുള്ള അതിൻ്റെ വളർച്ചയും ഇല്ലായ്മയിൽ നിന്ന് വയനാട്ടുകാർ ചേർത്ത് നിർത്തി ഈ സ്ഥാപനത്തെ വളർത്തിയെടുത്തതൊക്കെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയതാണ്. ആ ഇല്ലായ്മയിൽ നിന്ന് ഈ സ്ഥാപനം വളർന്നു വന്നപ്പോൾ സ്ഥാപനം ചേർത്ത് നിർത്തിയത് അത്തരത്തിലുള്ള ഒരുപക്ഷെ വിദ്യാഭ്യാസപരമായി അല്ലെങ്കിൽ പുരോഗമനത്തിൻ്റെ ഉന്നതിയുടെ വഴികളിൽ നിന്ന് അന്യം നിന്ന് പോകേണ്ടിയിരുന്ന, അത്തരം ഇല്ലായ്മയുടെ വഴിയിലേക്ക് സഞ്ചരിക്കേണ്ടിയിരുന്ന ഒരു വലിയ തലമുറയെ കൂടെയായി ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ദിശാബോധം നൽകുന്ന തരത്തിലേക്ക്
ഈ സ്ഥാപനം വളർന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഞാൻ ഓർക്കുന്നു, ഈ സ്ഥാപനത്തിൻ്റെ തണൽ ഞങ്ങൾക്കൊക്കെ ഒരുക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഉന്നതമായ വിദ്യാഭ്യാസങ്ങൾ ഞങ്ങൾക്ക് അന്യമായി, ഞങ്ങളുടെ അക്കാദമികമായ വളർച്ച ഉണ്ടാകുമായിരുന്നില്ല. വൈയക്തികമായി ഞങ്ങളിന്ന് എത്തിപ്പിടിച്ച മേഖലകളിലേക്കൊന്നും ഈ സ്ഥാപനം ഞങ്ങൾക്ക് തണലായി നിന്നില്ലായിരുന്നെങ്കിൽ എത്താൻ സാധിക്കുമായിരുന്നില്ല. സ്ഥാപനത്തിലേക്ക് വന്ന് ഇവിടങ്ങളിൽ പഠനം നടത്തിയിരുന്ന കാലത്ത് ഈ സ്ഥാപനത്തിലെ മനോഹരമായ തീരുവകളോ ഇവിടെയുണ്ടായിരുന്ന സൗകര്യങ്ങളോ അല്ല ഞങ്ങളെ ഇവിടെ പിടിച്ചു നിർത്താൻ ഏൽപ്പിച്ചത്. മറിച്ച് ഭാവിയിൽ ഞങ്ങൾക്ക് എന്താകണമെന്ന് കൃത്യമായി ബോധം നൽകുന്ന വിദ്യാഭ്യാസങ്ങൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. നല്ല മതബോധത്തോടുകൂടെ ഭൗതികവും മതവും ഞങ്ങൾക്ക് പകർന്നു നൽകിയപ്പോൾ ഇവിടെയുണ്ടായിരുന്ന ബിൽഡിങ്ങുകൾ അത് സീറ്റുമേഞ്ഞ ബിൽഡിങ്ങുകളായിരുന്നു. അതിനെ ചുവട്ടി അന്തി ഉറങ്ങിയും സീറ്റ് കൊണ്ട് മറച്ചുണ്ടാക്കിയ കീറപ്പായ കൊണ്ട് മറച്ചുണ്ടാക്കിയ ക്ലാസ് മുറികളിൽ ഒന്ന് ശക്തമായി മഴ പെയ്താൽ ക്ലാസ് മുറികളിൽ ഇരിക്കാൻ കഴിയാത്ത പ്രതിസന്ധി നിറഞ്ഞിരുന്ന കാലം. മുറ്റത്തേക്കൊന്ന് നോക്കിയാൽ ചെളിയിൽ കുതിർന്നു നിൽക്കുന്ന അന്തരീക്ഷത്തിൽ അവിടങ്ങളിലൊന്നും ആ പ്രതിസന്ധികൾക്കപ്പുറത്ത് ഈ സ്ഥാപനത്തിൽ നിൽക്കാൻ ഞങ്ങൾക്ക് പ്രചോദിതമായത് നല്ല വിദ്യാഭ്യാസവും ഞങ്ങളെ ദിശാബോധത്തിലൂടെ വളർത്താൻ കഴിഞ്ഞു എന്നത് തന്നെയാണ്. ഈ സ്ഥാപനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒന്നുമില്ലായ്മയിലാണ് കടന്നു വന്നത്. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ നേടി ഡിഗ്രിയും ഒപ്പം മതപരമായി ഒരു ബിരുദവും കരസ്ഥമാക്കി ഈ സ്ഥാപനത്തിൽ നിന്ന് പടിയിറങ്ങി. അത് കഴിഞ്ഞു പഠിക്കാനുള്ള പ്രചോദനം നൽകിയത്, പഠിക്കാനുള്ള മേഖലകളിലേക്ക് ഞങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകിയത് പ്രിയപ്പെട്ട ഈ സ്ഥാപനത്തിലെ ഉസ്താദുമാരും ഈ സ്ഥാപനവുമായിരുന്നു. അങ്ങനെ ഞങ്ങളിൽ പലരും തുടർ വിദ്യാഭ്യാസങ്ങൾ നേടിയവരാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം MAയും MPhilഉം അത് കഴിഞ്ഞ് PhDയുടെ വഴിയിലേക്കൊക്കെ വിദ്യാഭ്യാസപരമായി ഞങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ സംഘടനാപരമായി സംഘടനയുടെ ഉത്തരവാദിത്തങ്ങളിൽ SKSSFൻ്റെ വയനാട് ജില്ലയുടെ നേതൃപദവിയിലേക്കൊക്കെ ഞങ്ങളിൽ പലരും കടന്നു വന്നവരാണ്. ആ അർത്ഥത്തിലേക്കൊക്കെ ഞങ്ങളെ വളർത്തിയത് ഈ പ്രിയപ്പെട്ട സ്ഥാപനമാണ്. ആ സ്ഥാപനത്തെ വളർത്തിയെടുത്തത് ഈ വയനാട്ടുകാരും അതിനകത്തും പുറത്തുമുള്ള നിസ്വാർത്ഥരായ BA സ്നേഹികളാണ്. അതിനോടുള്ള നന്ദിയും കടപ്പാടും ഏറെ സ്നേഹത്തോടുകൂടെ ഈ സമയത്ത് ഓർമ്മപ്പെടുത്താൻ കൂടെ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ആ തരത്തിൽ ഞങ്ങൾ പഠിച്ചുയർന്നപ്പോൾ അവസരങ്ങൾ ഞങ്ങളെ തേടി വന്നു. ഒരുപാട് മേഖലകളിൽ പഠനപരമായി ഞങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞു. സംഘടനാപരമായി പോലും ഇന്ന് വയനാട്ടിലെ സംഘടനയെ ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്നിടത്ത് ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ പ്രഗത്ഭരായ വാഫികൾ അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിൻ്റെ സന്തതികളാണ് എന്നത് പോലും ഇന്ന് വയനാട്ടിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് ഏറെ സന്തോഷപ്രദമാണ്. ഇത്തരത്തിൽ ഞങ്ങൾക്ക് തണലൊരുക്കിയ ഈ സ്ഥാപനത്തിൻ്റെ സ്ഥാപക ദിനത്തിൽ അതിയായി സന്തോഷിച്ചുകൊണ്ട് എല്ലാവരും ഇനിയും ഈ സ്ഥാപനത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കണമെന്ന ഒരു വാക്കുകൂടെ ഓർമ്മപ്പെടുത്തി പരാധീനതകളിൽ നിന്നും ഇല്ലായ്മകളിൽ നിന്നും എല്ലാമായ നിർവൃതിയിൽ ഗതകാല വല്ലായ്മകളെ അഭിമാന പുരസ്സരം ഓർക്കുകയാണ് അഭ്യുദയകാംക്ഷികളും സഹൃദയരും. സമസ്യകൾ ഭേദിച്ച് സാഭിമാനം മുന്നേറുന്നതിന് സാക്ഷിയായതിൽ സായൂജ്യമടയുകയാണവർ. ഈ അക്കാദമി വന്നതിന് ശേഷം നമ്മുടെ നാടിനെ സംബന്ധിച്ച് പറയാച്ച വളരെയധികം പുരോഗതിയിലാണ് നടക്കുന്നത്. ഈ അക്കാദമി വരുന്നതിന് മുമ്പ് ഇവിടെ ആകെ കുറഞ്ഞ ആളുകളും കുറഞ്ഞ ഇതുമൊക്കെ ആയിരുന്നു. ഇന്ന് ചെറിയൊരു പള്ളി, അവിടെ തന്നെ വെങ്ങപ്പള്ളി ഇപ്പം നമ്മുടെ ജുമാഅത്ത് പള്ളി തന്നെ അന്ന് ചെറുതായിരുന്നു. അതിന്റെ മുറ്റത്ത് വെച്ചിട്ട് കോളേജിന്റെ ഉദ്ഘാടനം പണക്കാട് മൊറൈലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്ത അന്ന് മുതൽ തന്നെ ഈ നാട്ടിന്റെ പുരോഗതി ജനങ്ങളിലേക്ക് അറിയുകയും ജനങ്ങൾ അതുമായി സഹകരിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ ഈ പള്ളി വരുന്നത്. ഈ പള്ളിക്ക് വേണ്ടി സ്ഥലം കൊടുത്ത സമയത്ത് ഈ മൈതാനിയിൽ ആകെപ്പേരും കാട് പിടിച്ചെടുക്കുകയായിരുന്നു. ഒരു മയ്യത്തുമറ ചെയ്യണമെങ്കിൽ അന്ന് കാട് വെട്ടി നന്നാക്കി വൃത്തിയാക്കിയിട്ട് വേണ്ടിയിരുന്നു മയ്യത്തുമറ ചെയ്യാൻ വരാൻ വേണ്ടിയിട്ട്. ഇന്നിപ്പോൾ ആ സ്ഥാനത്ത് ഈ പള്ളിയുടെ വന്നതോടുകൂടെ മൈതാനി വളരെ വിശാലമായി ഈ കാടും കാര്യങ്ങളൊക്കെ പോയി വളരെ നല്ല റാഹത്തിലായി. അതുപോലെ തന്നെ ഈ സ്ഥലം എടുത്തത് ഇതൊരു ചേട്ടന്റെ സ്ഥലമായിരുന്നു ആദ്യം. അത് ചാപ്പാളി ഇബ്രാഹിക്ക് എടുത്തു. ഇബ്രാഹിക്കാനോടാണ് നമ്മൾ ഈ സ്ഥലം വാങ്ങിച്ചത്, 1 ഏക്കർ 10 സെന്റ് സ്ഥലം. അതിനുശേഷമാണ് ഇവിടെ ചെറിയ മുറ്റത്ത് ചെറുതായിട്ടൊരു ഷെഡ് പോലെ കെട്ടിയുണ്ടാക്കിയിട്ടായിരുന്നു കോളേജ് തുടങ്ങിയത്. ആദ്യം കോളേജ് തുടങ്ങിയത് നമ്മളെ വീട്ടിലായിരുന്നു കോളേജ് തുടങ്ങിയ ഫസ്റ്റിൽ. അന്ന് കോളേജ് തുടങ്ങാൻ വേണ്ടി നമ്മൾക്ക് അവൻ്റെ അടുത്ത് വന്നത് ഫസ്റ്റിൽ വന്ന് സംസ്കൃത എന്ന് പറഞ്ഞ ഒരാളുടെ ഇപ്പോൾ അദ്ദേഹം മരണപ്പെട്ടുപോയി. അദ്ദേഹമാണ് ഇതുമായി എൻ്റെ അടുത്ത് ആദ്യം വന്നത്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് കുറേയൊക്കെ മടിച്ചെങ്കിലും പിന്നീട് അൽഹംദുലില്ലാഹ് റാഹത്താണ് എന്ന് പറഞ്ഞപ്പോൾ അതിനെ സമ്മതിക്കുകയും
അങ്ങനെ വീട് കൊടുക്കുക എന്ന് പറയുകയും അതിനനുസരിച്ചിട്ട് AK ഉസ്താദും പേരാൽ ഉസ്താദ് ഉണ്ടോന്ന് എനിക്ക് തീർത്ത് പറയാം. AK ഉസ്താദ് ഉണ്ട്, ഹംസ ഉസ്താദും ആദ്യം ഉണ്ട് തോന്നുന്നു. അതിന്റെ ശേഷം അക്കാദമിയുടെ അന്നത്തെ സെക്രട്ടറി ആയിരുന്ന ബാക്കറി ഉസ്താദും പിന്നെ അലി മാഷും കൂടിയാണ് വന്നിട്ട് ഒക്കെ ശരിയാക്കിയത്. അവരെല്ലാം കൂടി കൂടിയിട്ട് അവർ 4 ആൾ കൂടിയിട്ടാണ് വന്നിട്ട് ഇതിനെ സംബന്ധിച്ച് പറഞ്ഞതും കാര്യങ്ങൾ നടത്തിയതും. അന്ന് 14 കുട്ടികളും വെച്ച് പള്ളിയിൽ തുടങ്ങിയ സമയത്ത് അവർക്ക് താമസിക്കാൻ സൗകര്യം നമ്മളെ വീടാണ് ചെയ്തു കൊടുത്തത് അവർക്ക്. അന്ന് മുതൽ ഞാൻ ഇങ്ങോട്ട് ഇന്നുവരെ എന്നോട് കഴിയുന്ന എല്ലാ സഹായങ്ങളും ഈ സ്ഥാപനത്തിന് വേണ്ടി ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈ ബിൽഡിങ്ങിന്റെ എല്ലാവിധ സംവിധാനത്തിനെയും മഹലിന്റെ എല്ലാവിധ സേവനങ്ങളും ഇന്നും തുടർന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞു. സമസ്തയുടെ സാത്വികരായ പണ്ഡിതരും സമുന്നതരായ സാദാത്തുക്കളും ഊടും പാവും പോലെ ചേർത്തൊരുക്കിയ ഈ ദീനീ സംരംഭം എല്ലാ കാലത്തും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും സമസ്തയുടെ ഓരം ചേർന്നു നിന്നു. ഷംസുൽ അക്കാദമി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ എല്ലാമാണ്. അക്കാദമിയുടെ സെക്കൻഡ് ബാച്ച് എന്ന് പറയുമ്പോൾ അക്കാദമി അതിൻ്റെ ഏറ്റവും തുടക്ക കാലഘട്ടത്തിലുള്ള അതിൻ്റെ എല്ലാ കാര്യങ്ങളിലൂടെയും സഞ്ചരിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ബാപ്പുഖാൻ്റെ പഴയ വീട്ടിൽ കുറേ കുട്ടികളും പരിമിതമായ സൗകര്യങ്ങളും, പക്ഷേ ആ പരിമിതമായ സൗകര്യങ്ങൾക്കിടയിലും ഞങ്ങൾക്ക് കുറേ സന്തോഷങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ സാമ്പത്തിക മറ്റ് പ്രയാസങ്ങളൊക്കെ അതിൻ്റെ മാനേജ്മെൻറ്റ് അനുഭവിക്കുമ്പോഴും അക്കാദമിയിലെ വിദ്യാർത്ഥികൾക്ക് അവരുടെ വിദ്യാഭ്യാസം, അവരുടെ മറ്റ് ഭക്ഷണം, അതുപോലെ താമസ സൗകര്യങ്ങൾ, ലഭ്യമായ എല്ലാ കാര്യങ്ങളും പ്രത്യേകമായി ശ്രദ്ധിക്കുന്നതിൽ ഞങ്ങളുടെ ഉസ്താദുമാർ വളരെ വലിയ ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട്. പരിമിതികൾ ഉണ്ടാകുമ്പോഴും അക്കാദമിയിലെ വലിയ സന്തോഷങ്ങളിൽ എപ്പോഴും സ്ഥായിയായി ഞങ്ങൾക്ക് ഉപകാരപ്പെട്ട കുറേ കാര്യങ്ങൾ. ഷംസുൽ ഉലമ അക്കാദമിയിലേക്ക് ഞാൻ വരുന്നത് അക്കാദമി പഠിക്കാൻ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം തന്നെ 10ാം ക്ലാസ് കഴിഞ്ഞു, തുടർ പഠനം ഒന്നുകൂടെ വ്യവസ്ഥാപിതമായ പോകുന്ന ഒരു സ്ഥാപനത്തിലാകണം, ഒരു സംവിധാനത്തിൻ്റെ കീഴിലാകണം. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഷംസുൽ ഉലമ അക്കാദമി ഇങ്ങനെ SKSSF നടത്തുന്നതായി ശ്രദ്ധയിൽ വരുന്നതും അഡ്മിഷൻ എടുക്കുന്നതൊക്കെ. അപ്പോൾ ഒന്നാമതായി അക്കാദമിയിൽ ജോയിൻ ചെയ്തതിലൂടെ, അഡ്മിഷൻ എടുത്തതിലൂടെ സത്യത്തിൽ മനസ്സിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹത്തെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. സമസ്തയുടെ കീഴിലായി SKSSFന്റെ സ്ഥാപനത്തിൽ പഠിക്കാൻ കഴിയുക എന്നത് വലിയ സന്തോഷമായിരുന്നു. ഈ പരിമിതികളെ നമുക്ക് പലപ്പോഴും മറികടക്കാൻ കഴിഞ്ഞത്, ഇനിയല്ലെങ്കിൽ നമുക്ക് അതിനിടയിലുണ്ടായ വലിയ സന്തോഷങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയും സംഘടനയൊക്കെയായി കൂടുതൽ അടുക്കാനും അറിയാനും കഴിഞ്ഞു എന്നതാണ്. അക്കാദമിയുടെ ഇതുവരെയുള്ള വളർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം, അക്കാദമി വളരെ ചെറിയൊരു സ്ഥാപനമായി തുടങ്ങിയ ആ കാലം മുതൽ തന്നെ സമസ്തയുടെ ഏത് നേതാക്കൾ വയനാട്ടിലേക്ക് വരുന്നതാണെങ്കിലും അക്കാദമി സന്ദർശിക്കും, അക്കാദമിയുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തും. കുറഞ്ഞ സമയമാണെങ്കിലും കുട്ടികളെ കൂട്ടിയിരുത്തി ഒന്ന് നസീഹത്ത് നടത്താനും അവരുടെ പ്രാർത്ഥന അത് നടത്താനും ഒക്കെ സമയം കണ്ടെത്തിയിരുന്നു. നമ്മുടെ മാനേജ്മെൻറ്റും അതിൽ വലിയ ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട്. ചെറുശ്ശേരി ഉസ്താദിനെ പോലെ, അതുപോലെ അത്തിപ്പറ്റ ഉസ്താദിനെ പോലെ, കോയക്കുട്ടി ഉസ്താദിനെ പോലെയുള്ള ഒരുപാട്, കാളുമ്പാടി ഉസ്താദിനെ പോലെയുള്ള ഒരുപാട് മഹത്തുക്കളായ ആളുകൾ നിരന്തരമായി അവർ വയനാട്ടിലേക്ക് എന്നൊക്കെ വന്ന അന്നൊക്കെ അക്കാദമിയിൽ വന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ഞങ്ങളോട് നസീഹത്ത് നടത്താൻ, അതുപോലെ അക്കാദമിയുടെ ചെറിയ ചെറിയ പരിപാടികൾ അത് എത്ര ചെറുതാണെങ്കിലും നമ്മുടെ ഉസ്താദ്മാർ അവിടെ വരികയും നല്ല പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ 20 വർഷത്തെ അക്കാദമിയുടെ ചരിത്രത്തിൽ ഒരുപാട് മഹാരഥന്മാർ വെങ്ങപ്പള്ളിയിലെ നമ്മുടെ സ്ഥാപനത്തിൽ വാടകയ്ക്കുണ്ടായിരുന്നപ്പോഴും ഇപ്പം നിലവിലുണ്ടായിരുന്നപ്പോഴും അവിടെ വരികയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ അതിൽ വലിയ സന്തോഷം പാണക്കാട് കുടുംബവുമായി നമുക്കുണ്ടായ ഒരു ആത്മബന്ധം ഷംസുൽ ഉലമ അക്കാദമിയിൽ നിന്നുണ്ടായ ഒരു വലിയ നേട്ടമാണ്. അക്കാദമിയുടെ തുടക്കം മുതൽ പാണക്കാട് കുടുംബത്തിന്, വയനാട്ടിലെ ഒരു സ്ഥാപനമായതുകൊണ്ടാകാം, പാണക്കാട് കുടുംബത്തിന് വല്ലാത്തൊരു സ്നേഹവും വല്ലാത്തൊരു അടുപ്പവും അവർക്കുണ്ടായിരുന്നുവെന്ന് അവരുടെ വരവിലും അതുപോലെ സംസാരങ്ങളിലും ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. തുടക്കത്തിലെ ചരിത്രത്തിൽ തന്നെ സെയ്ദ് ഉമർ അലി ശിഹാബ് തങ്ങൾ അക്കാദമിയുടെ പ്രസിഡന്റായിരുന്നപ്പോഴും സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ആശീർവാദം, പിന്തുണ, അതുപോലെ ഉമർ അലി തങ്ങളുടെ സാന്നിധ്യം, അവരുടെ അന്വേഷണങ്ങൾ, അതിനുശേഷമുള്ള ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ സ്ഥാനം ഏറ്റെടുക്കൽ, അതിൻ്റെയൊക്കെ അപ്പുറത്ത് അക്കാദമിയിൽ സെയ്ദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളുടെ മകനെ പഠിപ്പിക്കുക എന്ന ഒരു തീരുമാനം, അത് വലിയൊരു അത്ഭുതമായിട്ട് തോന്നാറുണ്ട്. കാരണം ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഉള്ള നിരവധി സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാരൊക്കെ ആയിരുന്ന ആളുകൾ അക്കാദമിയിൽ ഒരുപക്ഷെ അന്ന് എനിക്ക് തോന്നുന്നു കട്ടിൽ വരെ കിടക്കാനില്ലാത്തൊരു കാലത്ത് അക്കാദമിയിൽ പഠിപ്പിച്ച് ഹാഫിളാക്കാം എന്ന് പാണക്കാട് കുടുംബത്തിൽ നിന്ന് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ തീരുമാനിക്കുന്നത് ഈ സ്ഥാപനത്തെ അവർ സ്നേഹിക്കുന്നതിൻ്റെ ഒരു വലിയ ഉദാഹരണമായി പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ അക്കാദമിയുടെ ഏതേത് കാര്യങ്ങളും ഇന്നും പാണക്കാട് സാദാത്യങ്ങൾ, അതുപോലെ സമസ്തയുടെ ആലിമീങ്ങൾ അക്കാദമിയോട് കാണിക്കുന്ന സ്നേഹം, അത് ഈ വഴിയിൽ നമ്മെ ഉറപ്പിച്ചു നിർത്താനുള്ള ഒരു വലിയ കാരണമായിട്ടുണ്ട്. അക്കാദമിയുടെ പഠനകാലത്തൊക്കെ സംഘടനകളെക്കുറിച്ചൊക്കെ നിരന്തരമായ പഠനങ്ങൾ ഉണ്ടാകാറുണ്ട്. ആ പഠനങ്ങളിലൊക്കെ നമുക്ക് നമ്മുടെ പ്രസ്ഥാനം
SKSSF എന്താണ് ചെയ്തത്? 20 വർഷങ്ങൾക്ക് മുമ്പ് അക്കാദമി തുടങ്ങുമ്പോൾ SKSSFനെ പലരും പരിഹസിക്കുന്ന കാലമാണ്. കേവലം പോസ്റ്റർ ഒട്ടിക്കുന്ന സംഘടന, ചെറിയ ചെറിയ ഇവരുടെ നമ്മുടെ വിമർശകരുടെ ഭാഷയിൽ പറഞ്ഞാൽ നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ള സംഘടന എന്ന് പലരും പറഞ്ഞിരുന്ന ഒരു കാലത്താണ് അടുത്തൊരു തലമുറയുടെ ഭാവി സ്വപ്നം കണ്ട് ആരും സപ്പോർട്ട് ചെയ്യാനില്ലാത്ത സമയത്ത് പോലും ഈ സ്ഥാപനം തുടങ്ങുന്നത്. വിമർശനങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, പരിഹാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ മുളയിലെ ഈ സ്ഥാപനത്തെ നുള്ളിക്കളയാനുള്ള പല ശ്രമങ്ങളും പലരിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും അക്കാദമിയുടെ മാനേജ്മെൻറ്റോ ഉസ്താദുമാരോ വാക്കാൽ മറുപടി കൊടുക്കുന്നത് കേട്ടിട്ടില്ല. വിമർശകരെ മോശം പദങ്ങൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ അവർക്ക് മറുപടി കൊടുക്കുന്നത് കണ്ടിട്ടില്ല. അതിന് പകരം അക്കാദമിയുടെ ഒരു മാനേജ്മെൻറ്റ് സ്വീകരിച്ചൊരു നിലപാട് എന്താണെന്ന് ചോദിച്ചാൽ കർമ്മം കൊണ്ട് മറുപടി പറയാം. അക്കാദമിയുടെ ഈ 20 ഞങ്ങൾക്ക് കാലത്ത് ഒരുപാട് പ്രതിസന്ധികളുള്ളപ്പോഴും ഒരു ദിവസം പോലും ഒരു പ്രതിസന്ധിയുടെ പേരിൽ അക്കാദമിക്ക് ലീവ് കൊടുത്തിട്ടില്ല. ആ പ്രതിസന്ധിയെ ഓവർകം ചെയ്യുക, അതിനുള്ള മറ്റ് സംവിധാനങ്ങൾ ഒരുക്കാനതിനപ്പുറത്ത് അതിൻ്റെ പേരിൽ ലീവോ സ്ഥാപനം 2 ദിവസം അടച്ചിടുക അങ്ങനെയൊന്നും ഉണ്ടായില്ല. അതിൽ പണിയെടുത്തു, വർക്ക് ചെയ്തു. കുട്ടികൾക്ക് എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അത് പരിഹരിക്കാനുള്ള വലിയ ശ്രമങ്ങൾ അവർ നടത്തി. ആ ഒരു ഉദ്ദേശശുദ്ധി കൊണ്ട് തന്നെയാകണം ഒരുപക്ഷെ SKSSF തുടങ്ങിയ ഒരു സ്ഥാപനത്തിന് വയനാട്ടിലെ എല്ലാ മഹലിലും ആളുകൾക്കിടയിലും ഇതിന് വലിയ സ്വീകാര്യത ഉണ്ടായി. ജനങ്ങൾ ഇതിനെ ഏറ്റെടുത്തു. അപ്പോൾ അക്കാദമിയുടെ ദൈനംദിന നടത്തിപ്പ് ഇവിടുത്തെ സാധാരണക്കാരായ ആളുകളുടെ ഒരു സപ്പോർട്ടാണ്. അതിന് കാരണം നമ്മുടെ ഉസ്താദുമാരുടെ ഒരു ഉദ്ദേശശുദ്ധിയും അവരുടെ ഒരു പൂർണ്ണമായ ഒരു സമർപ്പണം ഇതിന് പിന്നിൽ ഉണ്ടായിട്ടുണ്ട്. ആദ്യകാലത്തൊക്കെ ഞങ്ങൾ ഉസ്താദുമാർ ദിവസങ്ങളോളം പുരയിൽ പോകാതെ ഒരുപക്ഷെ അവരുടെ മക്കളെ പരിചരിക്കുന്നതിനേക്കാളേറെ ശ്രദ്ധിക്കുന്നതിനേക്കാളേറെ ഞങ്ങൾ അക്കാദമിയിലെ വിദ്യാർത്ഥികളെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വിദ്യാഭ്യാസത്തിൽ, നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങളെ രൂപീകരിക്കുന്നതിൽ, നമ്മുടെ മറ്റ് പാഠ്യേതര കഴിവുകൾ ഉണ്ടാക്കിയെടുക്കുന്നതിലൊക്കെ നമ്മുടെ ഗുരുനാഥന്മാർ കാണിച്ച ഒരു വലിയ സമർപ്പണം, അവരുടെ ഒരു പ്രവർത്തനം അത് എല്ലാ കാലത്തും നമുക്ക് ഓർക്കാനുണ്ടാകും. നമ്മളതിന് എപ്പോഴും കടപ്പെട്ടവരായിരിക്കും. അക്കാദമി എന്നത് ഈ രീതിയിൽ വളർന്നു വരുന്നതിന് പിന്നിൽ 2 പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, കൃത്യമായ ഒരു ആദർശം നമുക്കുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്താണോ സമസ്തയുടെ ആധികാരിക തീരുമാനങ്ങളും നയങ്ങളും അതിൻ്റെ കൂടെ എല്ലാ വിശ്വാസങ്ങളും അർപ്പിച്ച് പൂർണ്ണമായി നിലകൊള്ളുക, അത് അക്കാദമിയുടെ ഒരു നയാണ്. അതുപോലെ വിമർശനങ്ങളോട് നമ്മൾ ഏറ്റവും പക്വമായി ഇടപഴകി എല്ലാ വിമർശനങ്ങൾക്കും മറുപടി പറയുന്നതിനപ്പുറത്ത് വിമർശനങ്ങളിൽ കാമ്പുണ്ടെങ്കിൽ അത് തിരുത്തുക, അല്ലെങ്കിൽ അവർക്ക് കർമ്മം കൊണ്ട് മറുപടി കൊടുക്കുക. അതുകൊണ്ടാണ് അക്കാദമി ഇത്ര മനോഹരമായി. ഇന്ന് അക്കാദമി പണ്ട് ഒരു വാടക ഷെഡിൽ തുടങ്ങി, ഇന്ന് വലിയ സ്ഥാപന സമുച്ചയമായി ഒരുപാട് സ്ഥാപനങ്ങളായി സംവിധാനങ്ങളായി ഈ രീതിയിൽ വളർന്നു വന്നത് ഈ ഒരു കൂട്ടായ്മ കൊണ്ടാണ്. സമസ്ത ഉണ്ടാക്കിത്തന്ന അടിത്തറയിൽ നിന്ന് വർക്ക് ചെയ്തത് കൊണ്ടാണ് ഒരു പ്രതിസന്ധിയിലും അക്കാദമിക്ക് കോട്ടമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞത്. അള്ളാഹു ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾക്കൊക്കെ അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. 22-ലേറെ ആണ്ടുകൾ ഉമ്മത്തിന്റെ പ്രതീക്ഷകൾ യാഥാർത്ഥ്യമാക്കി ഗമനം തുടരുകയാണ് അക്കാദമി. ഒരുപാട് വളർന്നു, പ്രതിസന്ധികളെ അതിജീവിച്ച് ഈ സംവിധാനം ഉയരങ്ങൾ അനേകം താണ്ടി. നേതൃത്വത്തിന്റെയും പ്രവർത്തകരുടെയും ആഗ്രഹങ്ങൾക്കൊത്ത് അക്കാദമി കുടുംബം വിശാലമായി. വെങ്ങപ്പള്ളി ശംസുൽ ഉലമ എന്നത് ഒരു വികാരമായി ഉൾക്കൊണ്ട ഉമ്മമാരുടെയും ഉപ്പമാരുടെയും ഹൃദയങ്ങൾക്ക് കുളിർമ പകരുന്ന പ്രയാണം. ഒന്നും പൂർത്തിയായിട്ടില്ല, ഇനിയും ഒരുപാട് കുതിക്കാനുണ്ട്. റബ്ബിന്റെ പ്രീതിയെന്നും നിലനിൽക്കട്ടെ. നിസ്വാർത്ഥമായി കർമ്മമണ്ഡലത്തെ സജീവമാക്കുന്ന കരങ്ങൾക്ക് നാഥൻ ശക്തി പകരട്ടെ. സ്ഥാപനത്തെ സ്നേഹിക്കുന്ന, സഹായിക്കുന്ന, സഹകരിക്കുന്ന മനുഷ്യർക്ക് എന്നും അള്ളാഹുവിന്റെ കാവലുണ്ടാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.